ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അറേബ്യൻ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂണും അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ച് നന്നായി കട്ടല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ബ്രെഡാണ്. സൈഡിലത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തായിട്ട് നമുക്കൊരു പുഡിംഗ് ട്രേ എടുക്കാം. അതിലേക്ക് ഇതേപോലെ നമുക്ക് ബ്രെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു ലെയറാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ 2 ലെയർ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ക്രഷ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 5-6 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ.